ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന്. പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാത്തിലും അങ്ങനെയാണല്ലോ എന്ന്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വീഡിയോസാണല്ലോ ഇടല്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഫുഡ് കാര്യങ്ങളൊന്നും എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. ശബ്ദമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിങ്ങനെ സംസാരിച്ച് റെഡിയാവും. ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് നേരത്തെ എത്തി ഞാൻ കേട്ടോ. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ തന്നെ ഞാൻ വേഗം തീർത്തു. ഈ പൈസ വാങ്ങാനൊക്കെ ചായ ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ പേർക്ക് കൊടുത്താൽ കുറേ പേരുടെ പൈസ നമ്മളിങ്ങോട്ട് വരാൻ നേരത്താണ് മേടിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ജോലിയിലായിരിക്കും. അപ്പോൾ അന്നേരം അവർക്ക് ചായയും കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് പോരും. പിന്നെ പോയിട്ടാണ് പൈസ മേടിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പൈസ മേടിക്കാൻ പോയാൽ ചിലപ്പോൾ ചിലർ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവർ ആ ജോലിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിനും വീണ്ടും നമ്മൾ കുറച്ച് കാത്തിക്കേണ്ടി വരും. കുറേ ഒന്നല്ല കേട്ടോ, 2-3 മിനിറ്റൊക്കെ. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരത്തൊക്കെ പോയി നിൽക്കും. പിന്നെ കുറേ വർത്താനം പറയും. മാർക്കറ്റിൽ പോയാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. കാരണം എല്ലാവരുമായിട്ടും വർത്താനം പറയും, എല്ലാവരുമായിട്ടും കണ്ടമാനം സംസാരിക്കും. അവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വന്ന് സംസാരിക്കും. അപ്പം ഞാനും സംസാരിക്കും. അതിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിങ്ങനെ മിണ്ടാതെ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആവുകയാണെങ്കിൽ തന്നെ അവർക്ക് വേഗം മനസ്സിലാവില്ല. അവർ ചോദിക്കും എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ഞാൻ പൊതുവേ നന്നായി സംസാരിക്കുന്ന ആളാണ്. എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കമ്പനി ആവണ വരെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. കഥ മൊത്തം പറഞ്ഞുത്തിരിക്കും. മാർക്കറ്റിൽ പോയാൽ അങ്ങനെ ഒരു കാര്യമാണ്. ഒരാളായിട്ടൊന്നല്ല, എല്ലാവരായിട്ടും സംസാരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ മാറും അവിടെ പോയി കഴിഞ്ഞാൽ. ഇത്രയും നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയണത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും സമയം പോകണത് അറിയില്ല. നമ്മൾ അവിടെ എത്തും വരെ ഒരു മടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വന്നിങ്ങനെ നമ്മളിപ്പോൾ അടുക്കളയിൽ വന്ന് വേഗം ചായയുടെ പണിയും, പിന്നെ പാൽ ചായ, പിന്നെ കുറച്ച് ഇഞ്ചിക്കട്ടൻ, പിന്നെ കോഴിമുട്ട പുഴുങ്ങാനുണ്ടാവും. ഇപ്പോൾ പഴം പുഴുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്പീഡിൽ അതിനിടെ പോയി ഡ്രസ്സ് മാറ്റൽ. പിന്നെ അപ്പോഴും ഞാൻ ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോവുക, ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഒരു 3:50 ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതൊരു കുറച്ച് മടിയോട് കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും. ചോർക്കത്തിൽ നിന്ന് എണീക്കണമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇടുന്നു. ഞാൻ അറിഞ്ഞില്ല. പിന്നെ എപ്പോഴും അറിയാണ്ട് ഓഫാക്കി. പിന്നെ ഞാൻ എണീക്കുന്നത് 2:45, 2:50 എണീക്കുന്നത്. അങ്ങനെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യക്കേടാണ്. കാരണം വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് വേമേ നടക്കില്ല. കാരണം കോഴിമുട്ട വെന്തിട്ട് പിന്നെ അടുപ്പത്ത് വേണം പഴം പുഴുങ്ങാൻ വെക്കാനായിട്ട്. പഴം പുഴുങ്ങി കഴിഞ്ഞിട്ടാവണം ഇഞ്ചിക്കട്ടൻ വെക്കാനായിട്ട്. പാൽച്ചായ പിന്നെ കുറച്ച് തോനുള്ളത് കൊണ്ട് അത് കുറച്ച് സമയം എടുക്കും. കുറച്ച് നല്ല സമയം എടുക്കും. ഇപ്പോൾ 2:45 വെച്ചാൽ 3:30 ആകുമ്പോഴത്തേക്ക് പാൽച്ചായ സെറ്റ് ആവുള്ളൂ. പാത്രത്തിലേക്ക് കൊഴിക്കലും കാര്യങ്ങളൊക്കെ ആവുള്ളൂ. അപ്പോൾ ആ അടുപ്പിന് നമുക്ക് വേറെ ഒന്നിനും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പാൽച്ചായ വെച്ചെടുപ്പ് കേട്ടോ. പിന്നെ ഇപ്പോൾ അടുപ്പൊക്കെ കുറച്ച് വൃത്തികേടായി തുടങ്ങി. ഇത് തിളച്ച് പോയിട്ട് എന്തോ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തതായിരുന്നല്ലോ. അപ്പോൾ ഇനി അതെന്തായാലും ഒന്നും കൂടി ക്ലീൻ ചെയ്ത് തരണം. ചെറുനാരങ്ങയും അതേപോലെ നമ്മുടെ സബീനപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേച്ച് വൃത്തിയാക്കിയതായിരുന്നു. നല്ല വെട്ടി തിളങ്ങിയിരുന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും പഴയതായി തുടങ്ങിയിട്ടുണ്ട്. പോട്ടെ, നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നത്തെ കാര്യം എന്താ, ഇന്നിപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തായിരുന്നു. ഇന്ന് ഗ്യാസ് വന്നു കേട്ടോ. എനിക്ക് കാലിക്കുറ്റി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത് കൊടുത്ത് നിറച്ച കുറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളൊറ്റയ്ക്കുള്ള ഒരു പണിയല്ലല്ലോ. പുലർച്ചെ ഇടയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് നല്ല ചായ പരിപാടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പുലർച്ചെയാണ് ഗ്യാസ് തീരുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം ആയിക്കഴിഞ്ഞാൽ ഒന്നുമില്ല പാൽച്ചായോ അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങി ഏതെങ്കിലുമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഗ്യാസ് തീരുക. പിന്നെ എനിക്കിത് കുറ്റി പിടിപ്പിക്കാനൊക്കെ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ഒരാളെ ആശ്രയിക്കേണ്ട. ശരിക്കും അത് പഠിച്ചു വെച്ചത് നന്നായി. എന്നുവെച്ചാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ്.
അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തുനിന്ന് ആരെയൊന്നും പോയി വിളിക്കാനൊന്നും പറ്റില്ല, അതൊന്നും എപ്പോഴും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഗ്യാസ് കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് പിടിപ്പിക്കാൻ. എന്നുവെച്ചാൽ അറിയാത്തവരിപ്പോഴും ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അത് അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് എന്താ പറയുക, ആ ഒരു സംഭവം എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ അനിൽകുമാറായിട്ട് എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുമ്പോൾ പുള്ളി എല്ലാ വീഡിയോയിലും തുടക്കം മുതലുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും പുള്ളി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മെസ്സേജ് എന്താ വന്നേ, അനിൽകുമാറേട്ടൻ എന്താ ഇട്ടേ എന്നുള്ളത് ഞാൻ നോക്കാൻ പോയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മുമ്പത്തെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും റിപ്ലൈ കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ പിന്നത്തെ കാര്യം എന്താ, അപ്പോൾ ഗ്യാസും കുറ്റി നിറച്ചെന്ന് പറഞ്ഞില്ല, അത് കിട്ടിയാലൊരു സമാധാനമാണ്. മറ്റേത് കാലിക്കുറ്റി ഉണ്ടാകുമ്പോൾ ഈശ്വര ഇത് തീർന്നു കഴിഞ്ഞാൽ മറ്റേ കുറ്റി കാലിക്കുറ്റി ആണെങ്കിലത്തെ ഒരു ടെൻഷനായിരിക്കും. തീരുമ്പോൾ നമ്മളത് പിന്നെ ഞാൻ അടുത്ത വീട്ടിലേക്ക് ഒന്നിനും പോകാറില്ല കേട്ടോ. അത് ഇപ്പോഴൊന്നുമല്ല, പണ്ടേ ഉള്ളതാണ്. ഞാൻ എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ അടുത്ത വീടുകളിലൊന്നും പോയിട്ട് മേടിക്കില്ല, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ കടയിൽ നിന്ന് മേടിപ്പിക്കും. പിള്ളേരൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരവിടെ അടുത്തേക്കുള്ള കടയിൽ പറഞ്ഞേക്കും. പിന്നെ ഞാൻ വരുമ്പോൾ ഓർത്ത് മിക്കവാറും സാധനങ്ങൾ ഞാൻ ഓർത്ത് മേടിക്കും. പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വില കുറവിനാണ് കിട്ടുന്നത്. ഹോൾസെയിൽ ഷോപ്പൊക്കെ അല്ലേ, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ 4 രൂപ വ്യത്യാസം ഉണ്ടാവും, 5 രൂപ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതറിയണത് കൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ നിന്ന് വാങ്ങാറില്ല. പിന്നെയും നമ്മളിവിടെ വന്നതിന് ശേഷം തീർന്നു എന്ന് കാണുമ്പോൾ നന്ദുവിനെയും കുഞ്ചൂസിനെയും പറഞ്ഞ് വിട്ടിട്ട് ഞാൻ മേടിക്കും, അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ വേറെന്താ പറയാൻ വന്നേ, അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. പുട്ട് ഞാൻ വാങ്ങിയതാട്ടോ, ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ വേഗം വന്ന് തിന്നാൻ ഉണ്ടാക്കുക നടക്കണ കാര്യമൊന്നുമല്ല അത്. അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ പുട്ട് വാങ്ങി, 2 കഷ്ണം വെച്ചിട്ട് 6 കഷ്ണം പുട്ട് വാങ്ങി. ഒരു കഷ്ണം പുട്ടിന് 10 രൂപ കേട്ടോ. അവർ എനിക്ക് തരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം നോക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നന്ദും കുഞ്ചുസും പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്ന ചെറുപഴം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, ആണിപ്പൂവൻ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കറിയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനും പുട്ടും പഴവും കുറച്ച് പഞ്ചസാരൊക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും മാക്സിമം കഴിക്കുമല്ലോ. പിന്നെ പുട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇപ്പോൾ വീടൊക്കെ വൃത്തിയാക്കാൻ കിടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പോകുമ്പോഴൊക്കെ വലിച്ചു വരട്ടിച്ച് പോണത്, പിന്നെ വന്നു കഴിഞ്ഞാൽ വലിച്ചു വരട്ടൊക്കെ ഉണ്ടാവും. മേശകളൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കിയിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ അതേ തിന്ന പാത്രം ഇനി കഴുകണം, കയ്യും കഴുകണം, തിന്ന പാത്രവും കഴുകണം. പിന്നെ തിന്ന കൈ ഉണക്കി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ നേരം വൈകുന്നു പറയും കേട്ടോ. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അതായത് നമ്മുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഓടും, തിന്ന് കഴിഞ്ഞ് കൈ കഴുകാൻ നേരം വൈകിയാൽ കല്യാണം കഴിക്കാൻ നേരം വൈകും. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് കൈ കഴുകുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കൈയൊക്കെ നല്ലോണം ഉണങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ പറയും തിന്ന പാത്രം ഉണക്കാൻ പാടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് തിന്ന് കഴിഞ്ഞ സമയത്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൈ കഴുകട്ടെ, കുറേ പാത്രം കഴുകാനുണ്ട്. ഇഷ്ടമല്ല കേട്ടോ പാത്രങ്ങൾ കുറേ ഇങ്ങനെ കഴുകണമെന്നും. പിന്നെ അടുക്കളയിലത്തെ ഈ അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഇനി കഴുകി ഗ്യാസ് അടുപ്പൊക്കെ വൃത്തികേടായിട്ടിരിക്കുകയാണ്, ഇതൊക്കെ തുടയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് അടുപ്പ് തേച്ച് വൃത്തിക്ക് പളപ്പളാന്ന് മിന്നിരുന്നതാണ്. അതിപ്പോൾ ഇതാ പഴയതുപോലെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെറുനാരങ്ങയും സബീനപ്പൊടിയൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കിയതാണോ. അപ്പം ഇതിലാണ് നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിലാണ് പഴം പുഴുങ്ങാൻ വെക്കുക. പണ്ടത്തെ കാര്യം അറിയണം നിങ്ങൾക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിങ്ങൊന്നും അങ്ങനെ ഒട്ടും വശമില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ അറിയുന്നല്ല, പക്ഷെ എന്നാലും കുറേ വ്യത്യാസമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പ് എനിക്ക് അമ്മ വാങ്ങി തന്ന കേട്ടോ. മുമ്പ് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ. അപ്പോൾ പറഞ്ഞു തന്ന വേറെ ഒന്നല്ല, വിഷയം ഇങ്ങനെ മാറിപ്പോവും. കൈ കടയിന് കേട്ടോ. ഇനി ഒരു സ്റ്റാൻഡൊക്കെ മേടിക്കണം എനിക്ക്. പഴം പുഴുങ്ങാൻ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ഈ ചായ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പഴം പുഴുങ്ങണത്. മറ്റേത് വീട്ടിൽ നമ്മളങ്ങനെ പുഴുങ്ങാറില്ല. നന്ദൂനും കുഞ്ചൂസിനൊന്നും അത്ര ഇഷ്ടമല്ല പഴം പുഴുങ്ങിയത്. കുഞ്ചൂസ് പിന്നെയും കഴിക്കും. കുഞ്ചൂസൊരു ഫുഡ് ടൈപ്പാണ്, പക്ഷേ പഴം പുഴുങ്ങിയത് വല്ലാണ്ട് അങ്ങനെ കഴിക്കുകയില്ല, എന്നാൽ ഇടയ്ക്ക് കഴിക്കും, അങ്ങനെയാണ്. നന്ദു അങ്ങനെയല്ല, നന്ദുവിന് ഇഷ്ടമല്ല. നന്ദു സാധാരണ പഴം തന്നെയാണ് കഴിക്കുക, പുഴുങ്ങണ്ടവന് അങ്ങനെ. അപ്പോൾ കയ്യൊന്നും കിട്ടല്ലേ.
അങ്ങനെ ആദ്യം ഞാൻ പഴം പുഴുങ്ങിയിരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെമ്പിൽ വെള്ളം എടുക്കും. അതിൻ്റെ ഏത് ചെമ്പാണ് എടുക്കണേ, അപ്പോൾ പഴം എത്ര ഉണ്ടെന്ന് വെച്ചാൽ ആ പഴം മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം എടുക്കും. പഴം ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് മേലേക്ക് വരല പഴം എടുക്കും കേട്ടോ. വെള്ളം എടുക്കും, ഒക്കെ തെറ്റിപ്പോകുന്നു. വെള്ളം എടുക്കും. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഈ പഴം ചിലപ്പോൾ വലിയ പഴമൊക്കെ ആണെങ്കിൽ മുറിച്ചിടും 2 പീസായിട്ട്. രണ്ട് പീസായിട്ട് പുഴുങ്ങാനായിട്ട് മുറിച്ചിട്ടിട്ട് നല്ലോണം തിളപ്പിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പഴങ്ങനെ തിളച്ച് മറിഞ്ഞ് അതിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ തോലൊക്കെ ഇങ്ങനെ വിണ്ടു പൊളിഞ്ഞ് നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാമല്ലോ വെന്തു എന്നുള്ളത്. അപ്പോൾ ഞാനത് അതിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വെച്ചിങ്ങനെ കോരിയെടുക്കും. ചിലപ്പോൾ ഓട്ടയുള്ള ചട്ടക ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കോരി പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ആരോടോ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതങ്ങനല്ല, നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയാൽ മതി. ഈ ശരിക്കും പറഞ്ഞാൽ പഴത്തിൻ്റെ പ്രോട്ടീനും കാര്യങ്ങളും പഴത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോകുന്നു. പിന്നെ എന്തിനാ പഴം തിന്നിട്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെയാണ് ഞാൻ ഈ പഴം ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ആവി കയറ്റാൻ തുടങ്ങിയത്. ഈശ്വര, അപ്പം ഞാൻ എത്ര കാലമെന്നറിയാം അങ്ങനെ മണ്ടത്തരം ചെയ്ത്. ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിൻ്റെ മേലേക്ക് ഞാൻ അങ്ങനെയാണ് പഴം പുഴുങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു തെറ്റ് ചെയ്തിരുന്നൊരു തെറ്റ് ഞാനിങ്ങനെ ഓർത്ത് എനിക്കിപ്പോൾ പഴം പുഴുങ്ങുമ്പോൾ എനിക്കത് ഓർമ്മ വരും. പക്ഷേ ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടോ പഴം പുഴുങ്ങിക്കൊണ്ടുപോകുന്നത്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ട് ചായ ഉണ്ടാക്കാനും, അതായത് മാർക്കറ്റിലേക്ക് ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് ആളുകളുള്ളടത്തേക്ക് കൊറോണ തുടങ്ങിയ സമയത്ത് ഒരു 100-150 ചായ പോയിരുന്നു. അപ്പോൾ അത്രയും ചായ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ 4-5 പേർക്കല്ലേ കൂടുതലും, അല്ലെങ്കിൽ ഒരു 6-7 അത്രയേ ഉള്ളൂ. 100-150 ചായ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാവണ്ടേ. അങ്ങനെ പിന്നെ ആദ്യത്തെ ചായയൊക്കെ മോശമായിരുന്നു. പിന്നെ ഇങ്ങനെ അവർ കുടിച്ച് നോക്കുമ്പോൾ അവരിങ്ങനെ പറയും അങ്ങനെ ഉണ്ട്, കുഴപ്പം ഇങ്ങനെ ഉണ്ട്. അത് കുറ്റമായിട്ടൊന്നല്ല പറഞ്ഞുതരാം, എൻ്റെ അടുത്ത് പറയും അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുക, അതിനെ പറ്റിയൊന്നും വിചാരിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചായയുടെ പരിപാടി ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഓട്ടോറിക്ഷ എടുത്തപ്പോൾ ഒന്ന് നിർത്തി 7 മാസം. പിന്നെ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നു. ഫിനാൻഷ്യലി ആയാലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പിന്നെ വല്ലാതെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചിന്തിച്ചപ്പോൾ എനിക്കിത് രണ്ടിനും ഒരു സൊല്യൂഷനാണ് മാർക്കറ്റിൽ പോകാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാനിപ്പോൾ രണ്ടാമതും മാർക്കറ്റിലേക്ക് പോകാൻ തുടങ്ങിയത്. പൈസ മാത്രം നോക്കിയിട്ടല്ല, പക്ഷേ പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സന്തോഷമാണ് മാർക്കറ്റിൽ പോയാൽ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അങ്ങനൊരു സ്ഥലമാണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 1-2 പേരല്ല, എത്രയോ ജനങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ്. അതിൽ നമുക്ക് മുന്നേ പരിചയമുള്ള ആളുകളുണ്ട്, അവിടെ പോയി പരിചയപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു ഇതല്ലേ. ഇന്നലെ ഇപ്പോൾ ഒരു ഓട്ടോ ചേച്ചിനെ ഞാൻ കണ്ടു. ആ ചേച്ചിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. മാർക്കറ്റിൽ ഞാൻ ചായയും കൊണ്ട് പോകുമ്പോൾ ചേച്ചി അതിലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കുറേ കാലമായാലോ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ 7 മാസം നിർത്തിയതിന് ശേഷമാണ് ചായയുടെ പരിപാടി തുടങ്ങുന്നത്. അപ്പം ഞാൻ ചിരിച്ചു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചതാണ് ചേച്ചി എത്ര മണിക്ക് ഇറങ്ങും എന്നുള്ളത്. 4:30 ചേച്ചി ഡെയിലി ഇറങ്ങുമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. ആ ചേച്ചി ഞാൻ കാണലുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാറില്ല. പിന്നെ ചായയുടെ പരിപാടിക്കൊക്കെ ഞാൻ പോകുമ്പോൾ പുള്ളിക്കാരത്തി എന്നെ കാണുമ്പോൾ വണ്ടി സൈഡാക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് ആളങ്ങനെ വണ്ടി എടുത്തു. അങ്ങനെയാണ്. അപ്പോൾ കണ്ടോ ഇത്രയും വിശേഷങ്ങൾ, കഥകൾ കേട്ടില്ലേ നിങ്ങൾ? അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളിൽ വരും. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നന്ദു ജ്യൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി. നന്ദുവിന് 9 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ 8:50, 8:52 ആയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ വന്ന പാട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേഗം കുളി കഴിക്കും. ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചായയും കുടിച്ച് ഇതുപോലെ ഹാളിൽ എവിടെയാണോ നിലത്ത് കിടക്കണമെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങും. തിന്ന കൈയും കൂടി ഞാൻ കഴുകാറില്ല. ചില സമയത്ത് മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറേ പാത്രങ്ങൾ കഴുകാണ്ട്
കണ്ടോ മോനും പാത്രം കഴുകാണ്ട് കണ്ടോ. ഇപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ. ഇരിക്കണ പാത്രമൊക്കെ കഴുകിയതാട്ടോ, ഇതൊക്കെ കഴുകിയതാണ്. ഇതിലാണ് ഞാൻ ബിരിയാണി വെച്ചത് കേട്ടോ. ഇതൊക്കെ കഴുകി ഇത്തിരി ഒരു കോരി 1.25 കോരി ചോറാണ് ബാക്കി വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എടുത്ത് വയ്ക്കാൻ മറന്നു. എനിക്ക് വിഷമമായിപ്പോയി അത് കളയേണ്ടി വന്നപ്പോൾ. കാരണം ഞാനത് എടുത്ത് വയ്ക്കാത്തതിനെ കൊണ്ട് ഒരു വളിച്ച ടേസ്റ്റ് വരില്ലേ, ഒരു സുഖമില്ല. അപ്പോൾ ഇത്തിരി കഴിക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് വ്യത്യാസം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പിന്നെ കഴിച്ചില്ല. പിന്നെ എടുത്ത് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈശ്വരൻ്റെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ടല്ലേ. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്കത് കഴിച്ചുകൂടായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ കഴുകിയതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കഴുകാനുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് കഴുകാൻ. ഇനി അവിടെ ഞാൻ അടുപ്പിൻ്റെ അവിടെ കാണിച്ചതില്ല, അതൊക്കെ അടുത്ത് കഴുകാനുണ്ട്. അലക്കാൻ ഇന്ന് അലക്കണില്ല, ഇന്നലെ അലക്കിയിട്ടതുണ്ട്. മെഷീനിൽ കുറച്ച് ഉണക്കാനുണ്ടെന്ന് വെച്ചാൽ ഡ്രയറിൽ കുറച്ച് ഇന്നലത്തെ പാൻറ്റും കട്ടിയുള്ള പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഇല്ല, അതൊക്കെ കഴുകിയിട്ടത് ഉണക്കി കിടക്കുന്നുണ്ട്. ഇനി ഒരു 11 മണിക്ക് ആകുമ്പോഴത്തേക്കും ഈ അഴക്കാമ്പൊക്കെ എടുക്കണത് എടുത്ത് മാറ്റിയിട്ട് അത് പരത്തിടാനുണ്ട്. അത്രയേ ഉള്ളൂ. അലക്കൽ ഇനി നാളെ. പിന്നെ നമ്മുടെ ഫ്ലാസ്ക് കുട്ടന്മാർ എവിടെയാണ് അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പം എന്തായാലും പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടോ. പിന്നെ ഇല്ലേ പകലെങ്ങനെ ഉറങ്ങാൻ കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല, ക്ഷീണം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ എങ്ങനെ ഉറങ്ങാൻ നോക്കിയാലും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ചിലപ്പോൾ വല്ല വീഡിയോസ്, അതായത് സിനിമയോ വല്ല ഒരു ഇൻ്റർവ്യൂസോ നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സിൻ്റെ വല്ല ചാനലൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ കണ്ടറിയാണ്ട് ഉറങ്ങിപ്പോകും. ഇനി മേശയിൽ കുറച്ച് തുണി മടക്കാനുണ്ട്. ഒക്കെ പണി തന്നെയാണ്. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെറുതെയാണ്. വീട്ടിലിരിക്കാതിരിക്കാൻ നല്ലത്. വീട്ടിൽ കുറച്ച് നേരം ഇരുന്നാൽ മതി. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നില്ല. കാരണം ഒരു പണിയില്ലെങ്കിൽ ഒരു പണി ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിലിരിക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പണിയെടുത്തുകൊണ്ടേയിരിക്കും, നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അമ്പലത്തിലൊന്നും പോയതല്ല. നമ്മളിവിടെ ഒരു കളഭം വാങ്ങി വെച്ചിട്ടുണ്ട് ചെറിയൊരു പാത്രത്തിൽ. അത് നമ്മുടെ പാളയത്ത് തളി അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാട്ടോ. തളി അമ്പലത്തിലേക്ക് ഒരു പ്രാവശ്യം പോകണം, മക്കളെയും കൂട്ടിയിട്ട് പോകണം. കാരണം അമ്പല ദർശനമൊക്കെ വളരെ കുറവാണ് ഞാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് അമ്പലങ്ങൾ ഞാൻ പോവാത്തതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടങ്ങളൊക്കെ പോകുമ്പോഴേ അവിടത്തേക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും തളി അമ്പലത്തിലേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പോകണം. നല്ല അമ്പലമാണ്, നല്ല കാണാനും അതുപോലെ ഒരുപാട് ആളുകളൊക്കെ പോണതുമല്ലേ. അപ്പം അതിൻ്റെ പരിസരത്ത് ഒരുപാട് പൊരി അതും ഇതൊക്കെ ഉണ്ടാവും. പൂജാ സാധനങ്ങൾ കംപ്ലീറ്റ് പൂവ് കണ്ടമാനം. പളയം മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടാത്തൊന്നുമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് പൊരിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പൊരിയൊക്കെ ചെറിയ പൈസയിലുള്ളൂ, 50 രൂപയ്ക്കൊക്കെ വലിയൊരു കവർ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഇവിടെ മേടിച്ച് വെച്ചാൽ നമ്മൾ പാൽച്ചായയിലൊക്കെ ഇട്ടിട്ട് കോരി തിന്നും, തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് കുഴച്ച് തിന്നും. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. അവിലൊക്കെ തിന്നണ പോലെ അവിടെ മേടിച്ച് വയ്ക്കും. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ഇപ്പോൾ വരാൻ ലേറ്റ് ആയാലോ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വേറൊന്നും വാങ്ങി വെച്ചിട്ടില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ അവിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നന്നായി കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പം ഇങ്ങനെ വെറുതെ ഓർത്തതാണ്. ചന്ദനം നമുക്ക് കുളി കഴിഞ്ഞാൽ ചന്ദനം ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും അമ്പലത്തിൽ പോകാനോ അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് കണ്ടമാനം ചന്ദനം വാരിക്കൊണ്ടുവരാനും പറ്റില്ലല്ലോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പാത്രം കളഭം വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ ഞാനിതേ വണ്ടി ചാർജിനിട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി ചാർജിനിട്ടുണ്ട്. ഞാൻ പിന്നെ വൈഫൈ വെച്ചിട്ടുണ്ട് ഇവിടെ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല മുമ്പത്തെ വീഡിയോയിൽ. ഇതിൽ നമുക്ക് ടിവിയിലത്തെ ചാനലൊക്കെ കിട്ടൽ ഫ്രീ ആണ്. പിന്നെ നമുക്ക് 2000 GB വരെ അങ്ങനെ എന്തോ ഉപയോഗിക്കാം, നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിലും നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമൊക്കെ കൊണ്ട് മീൻസ് അത്യാവശ്യം വൃത്തിയിലായിട്ടോ കൊണ്ട് ഇട്ടിട്ടുള്ള കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ വലിയ വൃത്തികേടൊന്നുമില്ല. പിന്നെ ആ ജനലിൻ്റെ അവിടെ അവരൊരു പുതപ്പ് വിരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് TV കാണുമ്പോൾ ഈ ഒരു സൈഡിലാണ് TV ഉള്ളത്. അപ്പോൾ അവിടുത്തെ വെളിച്ചടിക്കുമ്പോൾ നേരെ TVയിൽ കാണുമല്ലോ. അപ്പോൾ അവർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവിടെ ആ ഒരു ഇത്. പിന്നെ രാത്രിയാകുമ്പോൾ നേരെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ നേരെ തന്നെ. അപ്പോൾ ആ ലൈറ്റും റൂമ് മൊത്തം ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ
ആ ഒരു പുതപ്പ് അവിടെ നിന്ന് മാറ്റില്ല. അതുകൊണ്ടാണ് ഞാനും അത് മാറ്റാതെ കേട്ടോ. കർട്ടൻ എന്തായാലും മേടിക്കണം. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി തീർന്നു, എവിടേക്കോ ആയി തീർന്നു. പിന്നെ കസേര ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇനി 2 കസേര മേടിക്കണം. പിന്നെ അലക്കാനുള്ളത് തുണികൾ, അലക്കാൻ ഇടാനുള്ള തുണികളൊക്കെ വെക്കാനായിട്ട് ഈ വലിയ വലിയ ബക്കറ്റുകൾ ഉണ്ടാവില്ലേ, ഞങ്ങളുടെ വീട്ടിലുണ്ട് അവിടെ അമ്മ വാങ്ങിയത്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം എനിക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരെണ്ണം മേടിക്കണം. പിന്നെ നമുക്ക് ക്യാമറ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് വീഡിയോ പിടിക്കാനുള്ള സ്റ്റാൻഡ് മേടിക്കണം. എൻ്റെ അടുത്തുള്ള സ്റ്റാൻഡൊക്കെ പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ വൈഫൈ വെച്ചത് എയർടെലിൻ്റെയാണ്. കാണുന്നില്ല അല്ലേ, എയർടെൽ എവിടെയാ? ഞാനത് എവിടെ കാണിക്കണല്ലേ? അതായിരിക്കും കോട നമ്മുടെ ഇവിടെ. ഇതായിരിക്കണാണ് എയർടെല്ലിൻ്റെ കോടയാണ് അത്. എയർടെല്ലിൻ്റെയാണ് വൈഫൈ വെച്ചത് കേട്ടോ. പിന്നെ ഇതേ വണ്ടി ചാർജിനിട്ടുണ്ട് ഞാൻ. അത് അവിടെ കിടന്ന് ഫുള്ളായിക്കോട്ടെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ രാത്രിയും വൈകുന്നേരം ഒന്നും വണ്ടി ചാർജിനിടാറില്ല കേട്ടോ. ഇപ്പോൾ തന്നെ വണ്ടി ചാർജിനിടും. അതേപോലെ ഇന്നലെ മഴ ഇന്നലെ മഴ പെയ്തല്ല. ഞാൻ ഇന്ന് രാവിലെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെ ഉണ്ട്. വണ്ടിയുടെ താഴത്ത് മാറ്റും നിലവും ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളമാണ് മുറ്റം നിറച്ച്. ഞാൻ ഓർത്തു തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടെന്ന്. മഴ പെയ്തതല്ല, വണ്ടി കഴുകിയ വെള്ളമാണ്. ഞാൻ വരുമ്പോൾ വണ്ടി ഇവിടെയാണ് ഇടുക, ഇവിടെ ഇട്ട് വയ്ക്കും. എന്നിട്ട് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റിയിട്ട് ഞാനിവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കും. മക്കൾ 2 കൂടി അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോൾ വണ്ടി ഞാൻ ഇവിടെ തന്നെയാണ് വയ്ക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം വണ്ടി ഉള്ളോട്ട് കയറ്റിയിടും. വെച്ചാൽ ഇവിടെ തെങ്ങുണ്ട് കണ്ടോ, ഇവിടെ തെങ്ങുണ്ട്. അപ്പോൾ ഇവിടെ ഇടുന്നത് നമുക്ക് സേഫ് അല്ല. ഓയിലെന്തോ ലീക്കുള്ള പോലെ, വെള്ളത്തിൽ ഭയങ്കര ഒരു വെൽവെറ്റ് അങ്ങനത്തെ ഒരു തിളക്കം കണ്ടോ. അവിടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കവരതാട്ടോ. നമ്മുടെ ഹൗസ് ഓണർ വീടാണിത്. ഇത് കണ്ടോ, ഞങ്ങളുടെ ഹൗസ് ഓണർ വീടാണ്. നല്ല രസമില്ലേ, മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പൂച്ചെടികളൊക്കെ വെച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഏർട്ടലിൻ്റെ ഞങ്ങളുടെ കുട. ഇങ്ങനത്തെ 3 സ്റ്റൂളാട്ടോ ഞങ്ങൾക്കുള്ളത്. എവിടെയാണ് സ്റ്റൂളില്ല, ഇങ്ങനത്തെ 3 സ്റ്റൂളാണ്. നല്ല ഉറപ്പുള്ള സ്റ്റൂളാട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റൂളാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിന്. 3 ഞങ്ങൾക്ക് 3 ആൾക്ക് കണക്കാക്കി വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ നിലത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇനി കസേര മേടിക്കണം, 2 കസേര മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് വാങ്ങണം. എപ്പോഴൊന്നുമില്ല, വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മുമ്പ് കസേര ഉണ്ടായിരുന്നു, ഒക്കെ പൊട്ടിപ്പോയിട്ടോ. ഇവിടെ ഞാൻ ഇടയ്ക്ക് മഞ്ഞച്ചേര പാമ്പിനെ കാണലുണ്ട്. ഞാൻ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തരാം. ഞാൻ നോക്കട്ടെ, പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇതിവിടെ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരെണ്ണമൊക്കെ എടുക്കും, സ്ഥിരമായിട്ട് എടുക്കില്ല, കാരണം അവരതല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പുറത്തേക്കാണ് അധികം പാഷൻ ഫ്രൂട്ട് വീഴുക കേട്ടോ. കാണുന്നുണ്ടോ, ഇതേ നിൽക്കണുണ്ടോ, ഇലൊക്കെ തൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ അവർ പന്തൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ടാങ്ങാണ് അത് എടുക്കണം കണ്ടോ, മേലെ. അതാ എൻ്റെ കയ്യെ പിടിക്കൊക്കെയാണോ തിരിയണം. ഞാനിപ്പുറം വീണ ഫാഷൻ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് അവരെ മതിലിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കും. ഇവിടെ ഇങ്ങനെ വെക്കും. ഇത് ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ വിമലേച്ചി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ എന്തെങ്കിലും മുറ്റടിക്കാനോ തുണി എടുക്കാനോ തുണി പരത്താനോ ഒക്കെ വരുമ്പോൾ എടുത്തിട്ട് പൊയ്ക്കോളും. അതേപോലെ അടക്കിയും വീഴും, അങ്ങോട്ട് അടക്കിയും വീഴും. ഇത് കണ്ട ഫാഷൻ ഫ്രൂട്ടിൻ്റെ, പക്ഷെ ഇവിടെയാണ് അധികം വീഴുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു പപ്പായ മരം ഉണ്ട് കണ്ടോ. ഞാനിത് പറിക്കലൊന്നുമില്ല കേട്ടോ. ഇന്നാളെന്തോ പഴുത്തത് അവർ പറിച്ചു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു.
ഇനി അടുത്തത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരികയാണെങ്കിൽ വാങ്ങും, കഴിക്കും. അല്ലാണ്ട് അവർ പറയാണ്ട് നമ്മളിതൊന്നും എടുക്കാറില്ല കേട്ടോ, അങ്ങനെ എടുക്കാറില്ല. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ്, ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ബാക്ക് ഭാഗം. പിന്നെ ഇതാണ് നമ്മുടെ സൈഡ്, ഈ ഒരു ചെറിയൊരു ഭാഗം. ഇവിടെയൊക്കെ നിറച്ച് കാടായിരുന്നു, അതൊക്കെ അവർ വൃത്തിയാക്കി തന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള വീട്ടുകാർ ഹിന്ദിക്കാരാണ്, നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. പിന്നെ ഈ ഒരു വീട് അവർ ഞങ്ങളങ്ങനെ ആരെയും കാണാറില്ല. പിന്നെ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം, ഒരു 5-6 വാഴ ഉണ്ട്, 4, 5, 6, 7, 8, 10 വാഴ ഉണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണിത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ. ഇതിൻ്റെ പപ്പായ വലിയ പപ്പായ കേട്ടോ, കണ്ടോ അതിൻ്റെ വലിപ്പം നോക്ക്, വലിയ പപ്പായ കേട്ടോ. പിന്നെ അവർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്, അവർ വെച്ചുണ്ടാക്കിയതൊക്കെ അവരങ്ങനെ വെച്ചുണ്ടാക്കി അത് വലുതാവണതും പഴുക്കണതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ഞാനെന്ന് ഈ സ്റ്റൂള് ഞാനെന്ന് മാർക്കറ്റിലേക്ക് ഇതുപോലെ ഞാൻ എന്നും ഒരു സ്റ്റൂള് ഞാൻ കൊണ്ടുപോകും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീനിൻ്റെ പെട്ടി എനിക്ക് അവർ തരണ വരെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്റ്റൂളാണ് ഉപയോഗിക്കുക. അതായത് സ്റ്റൂളിൽ നിന്ന് ഫ്ലാസ്ക് വെച്ചിട്ടാണ് ചായ കൊടുക്കൽ, അല്ലാണ്ട് നമുക്ക് കുഴിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഗേറ്റ്. പിന്നെ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുന്നിലത്തെ റോഡ് കണ്ടോ. പിന്നെ നമ്മുടെ വണ്ടി, പിന്നെ കുട ഞാൻ ഇന്ന് ഇവിടെയാണ് വെക്കുക കേട്ടോ, ഇവിടെ ഇങ്ങനെ സൈഡിൽ ചാരി വയ്ക്കും. അപ്പോൾ വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി ഈ വീടിൻ്റെ അകമൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ ഉള്ളു കാണിച്ചിരാം. പിള്ളേരെ റൂം വൃത്തിയിലാണ് കിടക്കുന്നത് എപ്പോഴും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നിടത്ത് മേശ നിറച്ച് മടക്കാനുള്ള തുണിയുണ്ട്. പിന്നെ ഗ്ലാസ്, ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ നിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. വെറും നിലത്തല്ല, അതൊക്കെ കവറിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ, ഇതൊക്കെ വൃത്തിയാക്കട്ടെ. പിന്നെ ഇവിടെ വൃത്തിയാക്കാണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തയ്ക്കാറില്ല, ഇപ്പോൾ മക്കളാരെങ്കിലും മാറി മാറി തയ്ക്കും. അപ്പോൾ ഇതിൽ കുഞ്ചൂസ് നാളത്തേക്ക് ചായക്ക് വേണ്ട വെള്ളം കൊണ്ടുവച്ചേക്കാം കേട്ടോ. കണ്ടോ, ഇതുകൊണ്ട് ഒരു പാത്രം നിറച്ചത് കിണറ്റിൽ നിന്ന് മുക്കി കൊണ്ടുവച്ചിട്ടുള്ളതാണ്. കിണർ വെള്ളം കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല വെള്ളമാണ്. ഞങ്ങൾ വെള്ളമാണ് എപ്പോഴും കുടിക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഇനി ബാക്കി ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം, എന്നിട്ട് ഞാൻ ബാക്കി വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മാന്തണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു. ഇല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ സ്മെല്ലൊന്നുമില്ല, മീനിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. മറ്റേത് അവർ എല്ലാം കൂടി കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന സ്മെല്ലുണ്ട്. പിന്നെ ഇതിൽ വൃത്തിയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചളി വിളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. മുറിച്ചിട്ടില്ല, ഇത് ഇനി മുറിക്കണം. അപ്പം ഞാൻ ഓർത്തത് മുറിച്ച് കഴുകി വെക്കാമെന്ന്, എന്നിട്ട് രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് എടുക്കാമല്ലോ. അത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മാന്ത കുറച്ച് പൊരിച്ച് കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാനിതുപോലെ തന്നെ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. മേശയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്, മേശയൊക്കെ വൃത്തിയായിട്ടോ, നേരത്തെ കണ്ട മേശയല്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങളിതുപോലെ ഞാൻ ചോറൊന്നും വെച്ചില്ല, കാരണം എനിക്ക് വേണ്ട ചോറ്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ എനിക്ക് ശരിയാവില്ല തിന്നാൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടാത്ത സംഭവം നേരത്തെ പണി തീർത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ തന്നെ എന്തോ ഉള്ളത്, ബേക്കറി എന്തോ ഉള്ളത് 2 കഴിച്ചു, അത്രയേ ഉള്ളൂ. കണ്ടമാനവും ഇല്ല, അവരെന്തോ ഒന്നെടുത്ത് കഴിച്ചു, അത്രയേ ഉള്ളൂ. എന്തോ മസാല ബിസ്ക്കറ്റോ അങ്ങനെ, പിന്നെ 2 ക്രീം ബിസ്ക്കറ്റോ, അതേ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് നന്ദൂരിയും കുഞ്ചൂസിനെയും വിളിക്കാൻ പോയി. വരുന്ന സമയത്ത് ഞങ്ങൾ മജീദ് ഖാൻ്റെ കടയിൽ നിന്ന് 3 കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്നറിയില്ല, ചെറിയ റോളാണ്. അതിൽ
ചിക്കനൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഉള്ളൊരു സംഭവം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 15 രൂപയാണ് ഒന്നിന്. അപ്പോൾ അത് വലിയ വലുപ്പത്തിലൊന്നല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചിക്കനൊക്കെ നല്ല അത്യാവശ്യം പീസ് ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒരു നീളം ചെറുതാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല സംഭവമായിരുന്നു. പിന്നെ ഇവിടെ ബിസ്ക്കറ്റും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മതി. പിന്നെ പഴം വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നല്ല വൈകുന്നേരത്തെ ചായക്ക്. അപ്പോൾ അതും കൂടി വന്ന് ഞാനിവിടെ നിന്ന് ചായ കുടിച്ചില്ല. നന്ദുനും കുഞ്ചൂസിനും ചായ കാച്ചി കൊടുത്തു. ഞാൻ കടി മാത്രം കഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ പോയി. വൈകുന്നേരം കുറച്ച് നേരം ഓടാൻ പോയി. പിന്നെ രാത്രി ഞാൻ വരുമ്പോൾ നമ്മുടെ കാലിക്കറ്റ് ബേക്കറിയിൽ നിന്ന് ദോശമാവ് വാങ്ങി. പിന്നെ വരുമ്പോൾ ഒരു 5-6 മുട്ട കൂടുതൽ ഞങ്ങൾക്കുള്ളത് വാങ്ങി. അതല്ലാതെ പുഴുങ്ങാൻ വേറെ, നമുക്ക് കഴിക്കാൻ വേറെ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ വന്ന പാടെ വേഗം ഓംലേറ്റ് അടിച്ചു. ദോശ നന്ദുവാണ് ചുട്ടതല്ലാതും. ലാസ്റ്റ് 2 ഞാൻ കേട്ടോ, ബാക്കിയൊക്കെ നന്ദുവാണ് ചുട്ടത്. പിന്നെ ഞാൻ പാകാക്കി കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊടുത്തു. അവനാണ് ഇന്നലെ ദോശ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 2 ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ലാസ്റ്റത്തെ കുഞ്ചൂസാണ് നമുക്ക് ഓംലേറ്റിന് വേണ്ട ഉള്ളി സവാള ചെറുതാക്കി എരിഞ്ഞത്. പിന്നെ അതിൽ നിന്ന് കുറച്ച് സവാളൊക്കെ എടുത്ത് ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ ചമ്മന്തി, ഓംലേറ്റ്, ദോശ അതൊക്കെയായിരുന്നു രാത്രിയിലത്തെ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു രാത്രിയിലത്തെ ഫുഡ് കേട്ടോ. വാങ്ങണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതേപോലെ ഇന്നും ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് എന്തെങ്കിലും ആക്കും. കറിക്കുള്ള മീൻ മുറിച്ചാൽ പെട്ടെന്ന് കറിയാവും. പൊരിക്കാൻ അപ്പോൾ മീൻ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്ലാതാവും. മുറിച്ച മീനുണ്ടെന്നുണ്ടെങ്കിൽ മുറിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണെന്നുണ്ടെങ്കിൽ കറിക്ക് വേണ്ട കാര്യങ്ങൾ വേഗം ചെയ്ത് ഒരു 2 തിള തിളയ്ക്കുമ്പോഴത്തേക്ക് കറിയായി അതൊന്ന് വറവിടാം. പിന്നെ പൊരിക്കാനുള്ളത് പെട്ടെന്ന് തന്നെ ഉപ്പും മഞ്ഞളും മുളകും കാര്യങ്ങൾ പുരട്ടി അതങ്ങോട്ട് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് മാന്ത. ചെറിയ മീനാണ് കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ മക്കളായാലും ഞാനായാലും കൂടുതൽ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും മീനൊക്കെ മുറിക്കണം. ബാക്കി പണിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് ഞാൻ വിശേഷം പറയാം. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ച പണികളൊക്കെ തീർത്തു കേട്ടോ. ഞാൻ മീൻ മുറിച്ച് കാണിച്ചു തരാം. റൂമിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് ഓഫാക്കി ഇട്ടിട്ടോ. പിന്നെ മാന്തലുണ്ടല്ലോ, ഞാൻ ചെറുതായാലും കുറച്ച് വലിപ്പത്തിലുള്ളതായാലും ഞാൻ 2 തോലും കളയും കേട്ടോ. അപ്പോൾ അതേനാ ഇത്രയും മീനാണ് എനിക്ക് തോന്നുന്നു 40 രൂപയ്ക്ക് 50 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇന്നലെ. അപ്പോൾ അത് ഇന്നെന്തായാലും എടുക്കണമല്ലോ. ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോകും. അപ്പോൾ ഏതായിട്ട് ഇന്നലെ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അപ്പോൾ ഇന്നെന്തായാലും മുറിച്ചൊക്കെ ഞാൻ അതേ ക്ലീനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. 2 തോലും ഞാൻ കളഞ്ഞത് പറയാൻ കാരണം എന്താ വെച്ചാൽ നന്ദുവിൻ്റെയും കുഞ്ചൂസിൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കുമ്പോഴേ അവിടെ അവർ കട്ടി കുറഞ്ഞ തോലുണ്ടല്ലോ, കട്ടി കുറഞ്ഞ തോല് ചെതമ്പൽ, അതായത് അതിൻ്റെ മുകളിലത്തെ തൂളി ചെതമ്പൽ കളഞ്ഞിട്ട് കട്ടിയുള്ള തോല് കളയും. കട്ടി കുറഞ്ഞ തോലിൻ്റെ ഉള്ള ചെതമ്പലൊക്കെ വൃത്തിയാക്കിയിട്ട് തല വെച്ച് അങ്ങനെ മുറിക്കലുണ്ടോ, അങ്ങനെ എന്തോ ആണ്. ഞാൻ പക്ഷെ എപ്പോഴും മാന്ത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2 തോലും ഞാൻ കളയും. അപ്പോൾ എനിക്ക് വേഗം മുറിച്ച് തീരുകയും ചെയ്യും. എനിക്കിഷ്ടമാണ് അങ്ങനെ മുറിക്കാൻ കേട്ടോ. എനിക്ക് പെട്ടെന്ന് മുറിച്ച് തീരും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ദേന അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് തേച്ച് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേന വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേശപ്പുറം വൃത്തിയാക്കിയിട്ടുണ്ട്. ഹാളൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട്. പിന്നെ ഈ റൂം ഫുള്ള് ഇതിനോടൊക്കെ അലക്കാൻ മടക്കി വെക്കാനുണ്ട്. അലക്കിയത് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അത്രയേ ഉള്ളൂ. അതേപോലെ ഞങ്ങളുടെ ഹൗസ് ഓണറൊക്കെ ഇന്ന് അവർക്ക് ഡയാലിസിസ് ഉണ്ട്. അവിടുത്തെ ഹൗസ് ഓണർ പുള്ളിക്ക് കിഡ്നി ഫെയിലർ, അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ 3 ദിവസം. അപ്പോൾ അവർ വന്നതാണ്. അവർ വന്ന് അല്ലോ ആ വണ്ടി അവർ വന്നതാണ്. അങ്ങനെ അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിവിടെ കോലയൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു വീട്ടിലത്തെ ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ദീർത്തിണ്ടായ്മ വന്നിരിക്കാനുള്ളത്. കുറച്ചുകൂടി വീതി വേണമായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, വന്നിരിക്കാനൊരു സുഖമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചാർജ് ഫുള്ളായിട്ടുണ്ട്. ശബ്ദമൊക്കെ നിന്നു. ഒരു കാറ്റ് മുന്ന് ഒരു ഫാൻ കറങ്ങലുണ്ടായി നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് നേരത്തേക്കുള്ള. ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ ഒരു 12 മണി 11:40 ആയിട്ടുണ്ട്.
അപ്പോഴത്തേക്കും എൻ്റെ പണിയും കഴിഞ്ഞു. ഞാൻ വിചാരിച്ച പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് ഉണ്ടാക്കൽ വൈകുന്നേരം. അപ്പോൾ ഞാനിനി എപ്പോഴാണ് ചിലപ്പോൾ 12 മണി കഴിയുമ്പോൾ ഞാൻ മാറ്റിപ്പോവും, ഇല്ലെങ്കിൽ 1 മണിയുടെ ഇടയിലായിട്ട് ഞാൻ ഇവിടുന്ന് മാറ്റിപ്പോവും. വണ്ടി എടുത്ത് കുറച്ച് നേരം ഓടണം. നന്ദുവിനെയും കുഞ്ചൂസിനൊക്കെ വിളിക്കണ വരെ. നന്ദുവിന് 4:45 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 4:30 വരെ എനിക്ക് വണ്ടി എടുത്ത് ഓടാം. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.